യുവകവയിത്രി നസീബ ബഷീറിന് തനിമ ചേന്നമംഗലൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പ്രൗഢമായ വരവേൽപ്പ് നൽകി. ഒപ്പം ആത്മഹർഷങ്ങൾ കവിതാ സമാഹാരത്തിന്റെ ചർച്ചയും കാവ്യസദസ്സും നടത്തി. ചേന്നമംഗലൂർ ഉദയം ഹാളിൽ സംഘടിപ്പിച്ച വേദിയിൽ സ്വീകരണം നൽകി. പ്രശസ്ത എഴുത്തുകാരനും തനിമ കലാസാഹിത്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ടി കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ അനുഭൂതികൾക്കും പേരുകളുണ്ടായിരുന്നുവെങ്കിൽ കവിത ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാ അനുഭവങ്ങളും അസാധ്യതയിൽ നിന്നാണ് സാധ്യതയുടെ കവിതകൾ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കവിത പ്രവർത്തിക്കണമെങ്കിൽ ഭാവന വേണം. ഭാവനയില്ലാത്തവരിൽ കവിതയുണ്ടാകില്ല. ഭാവനയോടൊപ്പം അനുഭൂതിയുടെ മണ്ഡലത്തിൽ വേറെയൊരു ലോകമാണ് കവിതയെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ സംവിധായകനും അവാർഡ് ജേതാവുമായ ബന്ന ചേന്നമംഗലൂർ മുഖ്യപ്രഭാഷണം നടത്തി. കവിതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ രണ്ട് നസീബ കവിതകൾ മുമ്പിൽ ഒന്ന് പരാമർശിക്കും. കുഞ്ഞുമാഷ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ അർത്ഥത്തിൽ തന്നെയാണ്. കവിത ഒരു വിതയാണ്. അല്പം വിതച്ച് അധികം. കവിത ഒരു വിതയാണ്. അല്പം വിതച്ചാൽ അധികം വിളവെടുക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തനിമ ചേന്നമംഗലൂർ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ചക്കിങ്ങൽ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഹോം സിനിമാ സംവിധായകൻ സലാം കൊടിയത്തൂർ നസീബ ബഷീറിന് ഉപഹാരം സമ്മാനിച്ചു. മുക്കം നഗരസഭാ കൌൺസിലർ സാറ കൂടാരം, അമീൻ ജൌഹർ എന്നിവർ സംസാരിച്ചു. തനിമ സാഹിത്യ സെക്രട്ടറി മേക്കൂത്ത് അബ്ദുറഹ്മാൻ സ്വാഗതവും തനിമ സാഹിത്യ വിഭാഗം കൺവീനർ ഡോക്ടർ ഇ സൈസ് അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഈ ചേന്നമംഗലൂരിനെ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എഴുതാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നതിൽ വലിയൊരു പങ്ക് ഈ ചേന്നമംഗലൂരിനുണ്ട്. അതുകൊണ്ട് തന്നെ ചേന്നമംഗലൂരിനെ കുറിച്ച് എനിക്ക് പറയാതെ തുടങ്ങാൻ പറ്റില്ല. ഈ ചേന്നമംഗലൂർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാമരത്തിൻ്റെ തണലിൽ കൊണ്ട ഒരു ഉമ്മയുടെ മോളാണ് ഞാൻ. ഉമ്മ കുറേ കവിതകളും കഥകളും ഒക്കെ പറഞ്ഞു തന്ന് എൻ്റെ മനസ്സിൽ ജനിച്ചപ്പം മുതൽ ഇട്ട് തന്നിട്ടുള്ള ആ ഒരു വിത്ത് വളരാൻ